ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വിഷു തലേന്നാണ്. അപ്പം നാളെയാണ് വിഷു. അപ്പം ഇവിടെ ആണെങ്കിൽ വിഷുവിന് കണിയൊരുക്കുകയാണ്. ഇവിടെ അമ്മയും വൈഷ്ണയും കൂടെ മാല അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് പൊരിഞ്ഞ അടിയാണ്. ഗൈസ്, ഇത് കൊള്ളാമോ? ഇത് എൻ്റെ ഐഡിയ. പക്ഷേ എന്നെ അവളെ നോട്ടം കണ്ടില്ലേ, അംഗീകരിച്ചില്ല ഗൈസ്. അല്ലെങ്കിലും കലാകാരന്മാരല്ലാത്തവരെ ലോകം അംഗീകരിക്കില്ല. അങ്ങനെ കണിയെല്ലാം പൂർത്തിയായി. അമ്മയും വൈഷ്ണവും കൂടെയാണ് ഇതെല്ലാം സെറ്റാക്കിയത്. എന്നിട്ട് നമ്മൾ ഉറങ്ങി. രാവിലെ പിന്നെ അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളെ വിളിച്ചുണർത്തി. അങ്ങനെ അമ്മയാണ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി എന്താ? കൈനീട്ടം വാങ്ങൽ. ഞങ്ങളും കുളിച്ച് റെഡിയായി. ആദ്യം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കൈനീട്ടം വാങ്ങി. ഇവിടെ ഇങ്ങനെ കൈനീട്ടം വാങ്ങുമ്പോൾ ഇങ്ങനെ ചടങ്ങൊന്നുമില്ല ഗൈസ്, ഞങ്ങൾ ചുമ്മാ ചെയ്യുന്നതാണ്. അങ്ങനെ കൈനീട്ടം എല്ലാം വാങ്ങിയതിന് ശേഷം നേരെ പിള്ളേർക്കും എല്ലാം കൈനീട്ടമൊക്കെ കൊടുക്കാനായിട്ട് പോയി. അങ്ങനെ കൈനീട്ടമൊക്കെ വാങ്ങിച്ച ശേഷം ഇനി നമ്മൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മരിൽ നിന്ന് കൈനീട്ടം വാങ്ങാനുള്ള ഒരു പോക്കാണ് ഗൈസ്. നീട്ടിക്കൊണ്ട് വരെയാണ് നമ്മള് ഗൈസ്. അപ്പൂപ്പൻ ഗൈസ്. മുമ്മ കണ്ണം തന്നതും എന്താ പറയുക, നമുക്ക് കണ്ണം തന്നതും എന്താ പറയുക. ഹാപ്പി വിഷു. താടാ കൈനീട്ടം. അതിനല്ലേ നീ വന്ന് ഇന്ന്? അന്വേഷിക്കും ജനങ്ങളെ കണ്ടില്ലാന്നു നടിക്കുന്നതും മാളിക അങ്ങനെ പൂജയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കണി വെച്ച ഓരോ സാധനമായിട്ട് ഞങ്ങൾ എടുത്ത് കഴിക്കുകയാണ് പ്രസാദമായിട്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ വീട്ടിൽ 2 ഗസ്റ്റ് വന്നു ഗൈസ്. വേറെ ആരുമല്ല, നമ്മുടെ ചക്കിമാവനും സംഗീതമാമിയും വിഷു കൈനീട്ടം തരാൻ വേണ്ടി വന്നതാണ്. അത് അവർ വന്നിട്ട് പോയപ്പോഴത്തേക്ക് ചക്കരച്ചേട്ടനും ജീവചേച്ചിയും വന്നു. അവരും വിഷു കൈനീട്ടം തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇന്ന് സംസാരിച്ചതിന് ശേഷം ഞാനും വൈഷ്ണയും കൂടെ അവരിവിടെ അവരുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഉണ്ണിക്കൂട്ട ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. ഇനി ബാക്കി കാര്യം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ ഗൈസ്.